നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സിനിമാ സെറ്റിൽ നടിയോട് ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് റിമാൻഡിലായ സംഭവം വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. പോലീസിന്റെ അതീവ രഹസ്യമായ നീക്കങ്ങൾക്കൊടുവിൽ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് രഞ്ജിത്തിനെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേശ്വർ ആയിരുന്നു ഇതിനു പിന്നിലെ പ്രധാന ഉദ്യോഗസ്ഥൻ. അതേസമയം രഞ്ജിത്ത് അറസ്റ്റിലായതു മുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്ന ഒന്നാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ ശബ്ദമായി എപ്പോഴും പ്രതികരിക്കുന്ന നടി രേവതി അടക്കമുള്ള WCC സംഘടന അംഗങ്ങളുടെ മൗനം. രഞ്ജിത്തുമായുള്ള സൗഹൃദം കൊണ്ടാണ് രേവതി പ്രതികരിക്കാൻ മടിക്കുന്നത് എന്ന തരത്തിലാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ വന്നത്. ഒരിടയ്ക്ക് രഞ്ജിത്തുമായുള്ള രേവതിയുടെ സൗഹൃദം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്ന ഒന്നായിരുന്നു. ഒരിക്കലൊരു അഭിമുഖത്തിൽ ഇത്തരം ഗോസിപ്പുകളെ കുറിച്ചുള്ള ചോദ്യം ഉയർന്നപ്പോൾ രേവതി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ആ പഴയ അഭിമുഖം ഇപ്പോൾ വീണ്ടും വൈറലാവുകയാണ്. ഹിപ്പോക്രാറ്റിക് സമൂഹത്തിൽ അല്ല ഞാൻ വളർന്നത്. ആദ്യമൊക്കെ അങ്ങനെയുള്ള സമൂഹം കാണുമ്പോൾ കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ആൾക്കാരാണ് കേരളത്തിലുള്ളതെന്ന് തോന്നാറുണ്ട്. ഞാൻ വളർന്ന സമൂഹത്തിൽ തോൽക്കുന്നതോ തെറ്റ് ചെയ്യുന്നതോ മറിഞ്ഞു വീഴുന്നതോ ഒന്നും നാണക്കേടായി ആരും കരുതാറില്ല. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് എല്ലാവരുടെയും മുന്നിലിരുന്ന് മലയാളം സംസാരിക്കാൻ പറ്റുമായിരുന്നില്ല. എന്റെ മലയാളത്തിൽ തെറ്റുണ്ട്, പക്ഷെ അതൊരു നാണക്കേടായി എനിക്ക് തോന്നാറില്ല. എല്ലാ കാര്യത്തിലും പൊതുസമൂഹത്തിന്റെ പ്രീതിക്ക് വേണ്ടി ജീവിച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടി എപ്പോൾ ജീവിക്കും? മലയാളികൾക്കിടയിൽ സൗഹൃദങ്ങൾ കുറവായി തോന്നിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സൗഹൃദത്തിന് ജെൻഡറും നോക്കാറില്ല. ഒരു പെണ്ണ് ആണിനോട് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മറ്റൊരു പെണ്ണിനോട് പറയാൻ കഴിയില്ല. ഓപ്പോസിറ്റ് സെക്സിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. അവർ കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കും. ലോജിസ്റ്റിക്കായ പരിഹാരങ്ങൾ പറഞ്ഞു തരും. ഇമോഷണൽ ആയിരിക്കില്ല. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. രഞ്ജിത്തുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ഗോസിപ്പ് വരുമ്പോഴും അത് നേരിടാൻ എനിക്ക് ധൈര്യമുണ്ട്. എനിക്കറിയാം ഞങ്ങൾ ആരാണെന്ന്. എന്റെ കുടുംബത്തിനറിയാം. എന്റെ അനിയത്തിക്കുട്ടിക്ക് അറിയാം. വേറെ ആരോടും എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. അതാണ് എന്റെ ധൈര്യം. സമൂഹത്തിന് വേണ്ടി എപ്പോഴും ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് വേണ്ടി ജീവിക്കാൻ പറ്റാതെ വരും. രഞ്ജിത്ത് എന്റെ നല്ല സുഹൃത്താണ്. എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് തീർച്ചയാണ്. പക്ഷേ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ എനിക്ക് ആവശ്യം വന്നിട്ടില്ല എന്നുമാണ് രേവതി പറഞ്ഞത്. സുരേഷ് മേനോനുമായുള്ള ദാമ്പത്യം അവസാനിപ്പിക്കാനുള്ള കാരണവും നടി വെളിപ്പെടുത്തിയിരുന്നു. എന്റെ വിവാഹം 20 വയസ്സിലായിരുന്നു. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടയാളെയാണ് വിവാഹം കഴിച്ചത്. എന്റെ അച്ഛനും അമ്മയ്ക്കും സമ്മതമായിരുന്നു. അവർ സമ്മതിച്ചില്ലായിരുന്നുവെങ്കിൽ അതുവരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. കാരണം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കുടുംബത്തിന്റെ സമ്മതം വേണമെന്ന നിർബന്ധം എനിക്കുണ്ട്. അവരെ വേദനിപ്പിച്ച് ജീവിക്കാൻ എനിക്കാവില്ല. ഞാനും സുരേഷും ഭാര്യ ഭർത്താക്കന്മാർ എന്നതിലുപരി സുഹൃത്തുക്കളായിരുന്നു. നല്ല ജീവിതമായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ഭാര്യയും ഭർത്താവുമായി തുടരാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ 2 കുടുംബത്തോടും പറഞ്ഞു. ഞങ്ങളുടെ കാരണങ്ങളും ബോധിപ്പിച്ചു. എന്നിട്ടും അവരുടെ ആവശ്യപ്രകാരം 5-6 വർഷം കൂടി ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കി. പക്ഷെ നടന്നില്ല. സൗഹൃദം വെറുപ്പായി മാറും മുൻപ് ഞങ്ങൾ വേർപിരിഞ്ഞു എന്നാണ് രേവതി പറഞ്ഞത്. അതേസമയം യുവനടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. എറണാകുളം CJM കോടതിയാണ് രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കസ്റ്റഡി അപേക്ഷയിൽ കോടതി തീരുമാനമെടുത്തത്. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. എന്നാൽ പ്രതിഭാഗം ഇതിനെ ശക്തമായി എതിർത്തു. രഞ്ജിത്തിനെ അതീവ രഹസ്യമായാണ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പ്രത്യേക കാരണങ്ങളൊന്നും ബോധിപ്പിച്ചിട്ടില്ല എന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്നും രഞ്ജിത്ത് നേരിട്ട് കോടതിയിൽ ആവശ്യപ്പെട്ടു. രഞ്ജിത്ത് നടത്തിയത് ഗുരുതര കുറ്റകൃത്യമെന്നായിരുന്നു പ്രോസിക്യൂട്ടറുടെ വാദം. രഞ്ജിത്തിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിക്കണമെന്ന് അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. നട്ടലിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും കരൾ മാറ്റിവെക്കലിന് വിധേയനായ ആളാണെന്നുമായിരുന്നു രഞ്ജിത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ വാദം. തിങ്കളാഴ്ച വൈകിട്ട് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതോടെ രഞ്ജിത്തിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച കോടതി പരിഗണിക്കും. അതുവരെ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരും. തിങ്കളാഴ്ച വരെ കസ്റ്റഡിയിൽ ലഭിച്ചതോടെ തെളിവെടുപ്പായിരിക്കും അടുത്ത നടപടി. ലൈംഗിക അതിക്രമം നടന്നുവെന്ന് പറയുന്ന കാരവാനിൽ എത്തിച്ചതടക്കം പോലീസ് തെളിവെടുക്കും. രഞ്ജിത്തിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് S. രാജീവാണ് ഹാജരായത്. വിവാദത്തെ തുടർന്ന് ആദ്യം വക്കാലത്തെടുത്ത അഡ്വക്കേറ്റ് മുഹമ്മദ് സിയാദ് വക്കാലത്ത് ഒഴിഞ്ഞിരുന്നു. യുവനടി ലൈംഗികാതിക്രമത്തിന് ഇരയായ സിനിമയിലെ
ICC അംഗമായിരുന്നു സിയാദ്. ICC അംഗമായിരുന്ന സിയാദ് രഞ്ജിത്തിനായി വക്കാലത്തെടുത്തത് വിവാദമായിരുന്നു. വിവാദങ്ങൾക്ക് താല്പര്യമില്ലാത്തതിനാലാണ് പിന്മാറ്റമെന്ന് സിയാദ് വ്യക്തമാക്കിയിരുന്നു. ലൈംഗിക അതിക്രമ കേസിൽ സിനിമാ സെറ്റിൽ ഉണ്ടായിരുന്ന 2 ക്യാരവാനുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിലൊരു ക്യാരവാനിലാണ് ലൈംഗിക അതിക്രമം നടന്നതെന്നാണ് നടിയുടെ പരാതി. കസ്റ്റഡിയിലെടുത്ത ക്യാരവാനുകൾ കൊച്ചി AR ക്യാമ്പിൽ എത്തിച്ചു. ഷൂട്ടിങ്ങിനിടെ ക്യാരവാനിൽ വെച്ച് രഞ്ജിത്ത് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് യുവനടിയുടെ പരാതി. അതേസമയം രഞ്ജിത്ത് അറസ്റ്റിലായതിൽ പ്രതികരണവുമായി മാലാ പാർവതി രംഗത്തെത്തിയതും ശ്രദ്ധ നേടിയിരുന്നു. കുറ്റകൃത്യം നടക്കുകയും നടപടി വരാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രതികരണങ്ങൾ ആവശ്യമായി വരുന്നതെന്നും എന്നാൽ അതിജീവിതയുടെ പരാതിയിൽ അതിവേഗ നടപടി ഉണ്ടായി കഴിഞ്ഞുവെന്നും മാലാ പാർവതി പറഞ്ഞിരുന്നു. സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള ലൈംഗികാതിക്രമം കേസ് ലോകമറിയുന്നത് അറസ്റ്റ് നടന്നതിന് ശേഷമാണ്. കുറ്റകൃത്യം നടക്കുകയും നടപടി വരാതിരിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ പ്രതികരണങ്ങൾ ആവശ്യമായി വരുന്നത്. അതിജീവിതയുടെ പരാതിയിൽ അതിവേഗ നടപടി ഉണ്ടായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ചൊരു പ്രതികരണവും ആവശ്യമായി തോന്നിയില്ല. വയലേഷൻ അനുഭവപ്പെട്ടു. ആ കുട്ടി നിയമസഹായം തേടി. വളരെ വേഗം നടപടിയുണ്ടായി. പോരെ, ഇതാണ് കേരളം. ഇടത് സഹയാത്രികനായാലും നിയമം നടപ്പിലാകും. നിലപാട് എന്താണെന്ന് ചോദിക്കേണ്ടതില്ല എന്നും നിയമവിരുദ്ധമായ നീതിരഹിതമായ കാര്യങ്ങൾക്കെതിരെ അവളെന്നോ അവനെന്നോ വേർതിരിവില്ല എന്നായിരുന്നു മാലാ പാർവതിയുടെ വാക്കുകൾ. മാലാ പാർവതിയുടെ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകൾ വരുന്നുണ്ട്. ഇതിന് അവർ മറുപടിയും നൽകുന്നുണ്ട്. മാലച്ചേച്ചി, പിണറായി പോലീസ് അല്ല ഇപ്പോൾ എന്ന കമന്റിന് ജനുവരി 30 നടപടി തുടങ്ങി. അന്ന് മുഖ്യമന്ത്രി ആരായിരുന്നു? ഈ വിഷയമൊക്കെ സമയബന്ധിതമായി അന്വേഷണം നടന്നാലേ തെളിവ് കിട്ടൂ. ആ കുട്ടി കൃത്യമായി പരാതി നൽകിയെന്നതാണ് വ്യത്യാസം എന്നാണ് അവർ മറുപടി നൽകിയത്. ജനുവരി 9 ഫോർട്ട് കൊച്ചിയിലെ സിനിമാ ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് യുവനടിയുടെ പരാതി. രഞ്ജിത്തിനെ കാണാൻ കാരവാനിൽ കയറിയപ്പോൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. ഇടുക്കി SP-യുടെ നിർദ്ദേശപ്രകാരം തൊടുപുഴയിൽ വെച്ച് കാറ് തടഞ്ഞാണ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. അതിക്രമത്തെ തുടർന്ന് വലിയ മാനസികാഘാതം നേരിട്ട താൻ കൌൺസിലിംഗിന് ശേഷമാണ് പരാതിയുമായി മുന്നോട്ട് വന്നതെന്നും നടി പറഞ്ഞു. നടിയുടെ രഹസ്യമൊഴിയിൽ കഴമ്പുണ്ടെന്നും ബോധ്യപ്പെട്ടതോടെയാണ് പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങിയത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.